ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്നൊരു വിഷു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പം ഞാനൊരു 3:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് പിന്നെ കണി വെച്ചത്. അപ്പോൾ കണി വെക്കാനുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാനപ്പോൾ എൻ്റെ ഒരു ഷോളൊക്കെ എടുത്ത് ബാക്കിൽ പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കണി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കി വന്നപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറവാണ്. അപ്പോൾ പിന്നെ ഞാനതൊക്കെ ആദ്യം ഊരിയെടുത്ത് ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഷോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. മിക്കപ്പോഴും ഞാൻ രാവിലെ തന്നെയാണ് കണി വെക്കാറ്. വൈകിട്ട് വെച്ചിട്ട് കിടന്നുറങ്ങുക അങ്ങനത്തെ പതിവില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പിന്നെ ഞാൻ കണി വെക്കും. പിന്നെയാണ് പിള്ളേരും ചേട്ടനൊക്കെ വിളിച്ച് കാണിക്കുക. അപ്പോൾ ഈ പ്രാവശ്യം 4 മണി തൊട്ട് 6 മണി വരെയാണ് കണി കാണേണ്ട സമയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വേഗം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. കൃഷ്ണനെ കാർത്തി ഉടച്ചിട്ട് നമ്മൾ പുതിയൊരു കൃഷ്ണനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൃഷ്ണന് പിന്നെ ഒരു മാലയൊക്കെ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിനിടയിൽ എല്ലാതും സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ 2 മയിൽപ്പീലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചു. നല്ല രീതിയിൽ കണി ഒരുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി എന്തൊക്കെ വെക്കണം എന്നൊക്കെ നോക്കി. ഇപ്രാവശ്യം കുങ്കുമം, മഞ്ചാടിക്കുരു, വെറ്റില അതൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വട്ടത്തേനേക്കാളും. അപ്പം അങ്ങനെ കണിയൊക്കെ നമ്മുടെ സെറ്റായിട്ടുണ്ട്. ലൈറ്റൊക്കെ കെടുത്തി വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ അത് ഞാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് അപ്പോൾ ആദ്യം ചേട്ടനെ വിളിച്ചു. പിന്നെ ചേച്ചിയുടെ പിള്ളേർ 2 പേരുണ്ടായിരുന്നു. അവർ അവിടെ അമ്മ കണി വെക്കാത്ത കാരണം അവർ 2 പേരും കൂടി നമ്മുടെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞിനെ വിളിച്ച് കണി കൊണ്ടുവന്ന് കാണിച്ചു. പിന്നെ അടുത്തത് നീലു, അവളെ വിളിച്ചൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അങ്ങനെ പിന്നെ ദേ നമ്മുടെ കാർത്തിക്കുട്ടൻ വരികയാണ്. ഞാൻ വിചാരിച്ചില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. അങ്ങനെ തന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നടന്നൊക്കെ വന്ന് ആൾ പിന്നെ വലിയ കാര്യത്തിൽ പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞപ്പോൾ അതൊക്കെ ചെയ്ത് നിന്നു. അല്ലെങ്കിൽ കരച്ചിലായിരുന്നു പതിവ്. അങ്ങനെ പിന്നെ ഞാൻ സിദ്ധുവിനെ വിളിച്ചു കൊണ്ടുവന്നു. സിദ്ധു കണ്ണൊക്കെ തുറന്ന് കണ്ടു. അല്ലെങ്കിൽ ആ സമയത്തൊന്നും എഴുന്നേൽക്കാറില്ല. ഒരു 10 മണിയാണ് ആളുടെ സമയം. ആൾക്ക് വലിയ കാര്യമായിട്ട് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പിന്നെ ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറിൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ നമ്മളിവിടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ലായിരുന്നു. സാമ്പാറും ഒരു അവിയലും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് പായസം വെക്കണം എന്നൊരു പൂതി തോന്നി. അപ്പോൾ ഞാൻ പിന്നെ പായസം കൂടി കുറച്ച് ചെറുത് ഒരു സേമിയ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സേമിയ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ കഷ്ണങ്ങൾ അരിയാൻ പോയി. അപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചു. നേരത്തെ പിന്നെ നമുക്ക് വലിയ പണികളില്ലാത്ത കാരണം നേരത്തെ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ പിന്നെ അടുക്കളയിൽ കയറി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ആദ്യം തന്നെ സാമ്പാറിനുള്ള കാര്യങ്ങൾ ചെയ്തു. എത്ര കുറച്ച് വെച്ചാലും നമ്മുടെ ഇവിടെ കുറച്ച് ബാക്കി വരും. അപ്പോൾ പിന്നെ ഞാൻ ആ വലിയ കഷ്ണങ്ങളും അതൊക്കെ വേഗം തന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. അപ്പോൾ അതിനുള്ളിൽ കാര്യം ഇതൊക്കെ ചെയ്ത് പായസം വെക്കണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ എനിക്കെന്തോ പായസം കുടിക്കാൻ ഒരു ഇത് തോന്നിയപ്പോൾ പിന്നെ എന്തായാലും സേമിയ നമുക്ക് കുറച്ചുള്ള കാരണം നമ്മളെടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അരപ്പും അതൊക്കെ അരച്ചൊന്ന് ചേർക്കേ വേണ്ടു. ഞാൻ അവിയലിൽ വെള്ളം ഒഴിക്കാറില്ല കഷ്ണങ്ങൾ ഇടുമ്പോൾ. അടുക്കളയിലെ ധൃതിയുടെ പണിയുടെ ഇടയിലാണ് അത് ഇവിടെ ഒരാൾ കൊണ്ടുവന്ന് റോബോനെ കൊണ്ടുവന്ന് കണി കാണിക്കാൻ വെച്ചിരിക്കുകയാണ്. അവനതിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. അവരെ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ചേട്ടൻ. കാലത്ത് തന്നെ സിദ്ധു കൊണ്ടുവന്ന് നേരത്തെ എഴുന്നേറ്റ വഴിക്ക് അവൻ തന്നെ കൊണ്ടുവന്നൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായില്ലേ. പക്ഷെ ഞാൻ സാമ്പാറിലേക്ക് പൊടികളൊക്കെ വറുത്തിട്ടു. അപ്പം ഞാൻ തക്കാളി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെണ്ടക്കായുടെ കൂടിയാണ് ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി വെച്ചിട്ടൊന്ന് വേഗം ഒന്ന് വിസിലടുപ്പിച്ചെടുത്ത് വിസിൽ കളഞ്ഞെടുത്തു. അല്ലെങ്കിൽ ആകെ വെണ്ടക്കായ ആകെ അളിപ്പിളിയായി പോകും. വെണ്ടക്കായ അളിപ്പിളിയായ ഒന്നും കൂടിയും ടേസ്റ്റ് എനിക്ക് സാമ്പാറിന് തോന്നാറുണ്ട്. പക്ഷെ ചിലർക്ക് അത് വലിയ താല്പര്യമില്ല. ഒരു കൊഴുപ്പ് കൂടുതൽ തോന്നും. ഇപ്പോൾ അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ അവിയൽ ഞാൻ വേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കും. പിന്നെ ഞാൻ ഇളക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ആ തുറക്കുമ്പോൾ ആ ഒരു വേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് പായസത്തിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ 2 പാക്കറ്റ് പാല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാക്കറ്റിനുള്ളതേ ഞാൻ വെക്കണുള്ളൂ. അപ്പോൾ പാല് തിളയ്ക്കണ സമയം കൊണ്ട് പിന്നെ നമുക്ക് സാമ്പാറിൻ്റെ ബാക്കിയുള്ള പണികൾ നോക്കാം. അപ്പോൾ സാമ്പാറിൽ ഞാൻ പുളിയൊന്നും ഒഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ പുളി ഒഴിച്ചു, കായമൊക്കെ ഇട്ട് പിന്നെ അപ്പോൾ അത് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും പിന്നെ കടുകും മുളകും കൂടി ഒന്ന് പൊട്ടിച്ച് അതിൽ ചേർത്തു. ഇവിടെ ഇരിക്കണ ആ പ്ലാന്റ് കണ്ടോ, ഞാനതിൻ്റെ 3 തണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാട്ടാ. അപ്പോൾ അതിൽ ഒരു തണ്ട് ഞാൻ വെക്കണ സമയത്ത് കാണാല്ലേ, ഞാൻ നോക്കുമ്പോൾ ഒരാളെടുത്ത് അത് കിണറ്റിലേക്ക് ഇട്ടിരിക്കുക. ആളുടെ വിചാരം കിണർ കണ്ടപ്പോൾ അത് കുളമാണ്, വേസ്റ്റ് ഇടുന്ന കുളമാണെന്നാണ് വിചാരം. അങ്ങനെ പിന്നെ ഞാൻ പപ്പടം കാച്ചി. പപ്പടം ഇവിടെ എന്തോരം കാച്ചിയാലും മതിയാവില്ല. അപ്പോൾ പപ്പടം ഇത്തിരി അധികം തന്നെ കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ സേമിയ, ഇത് വറുക്കാത്ത സേമിയയായിരുന്നു. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്, ഞാൻ വറുത്തില്ലായിരുന്നു. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ അത് വറുക്കാത്ത കാരണം ഒരു വൈറ്റ് കളറിലായിരുന്നു നമ്മുടെ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാലും ടേസ്റ്റിന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ സേമിയ കാണുമ്പോൾ നമ്മളൊരു ബ്രൗൺ കളറിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത്, എന്നാലും ടേസ്റ്റിനൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മുടെ പണികൾ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാല് തിളയ്ക്കണ സമയം കൊണ്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി വന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് ചേട്ടൻ പഴം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാലത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി.
അമ്പലത്തിൽ പോയപ്പോൾ ദേ ഇപ്പോൾ കുളം കണ്ടപ്പോൾ കുളത്തിലെ ആ മീനുകളെയൊക്കെ രണ്ടുപേരും കൂടി നിന്ന് നോക്കി നിൽക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി കുറേ ഗുസ്തി പിടിച്ചു, നടന്നില്ല പക്ഷെ. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ഏകദേശം ഒരു 10:30 ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്ന് വലഞ്ഞ് നിന്നപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു വേഗം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടി ഇരുന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.